ഗോപു, നമ്മള് നമ്മുടെ ന്യൂ ഇയർ കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധന ഓൾഡ് ബാഗേജസ് അടുത്ത ഇതിലോട്ട് ഇയറിലേക്ക് എടുക്കരുത്, അത് കൊണ്ട് നടക്കരുത് എന്നൊക്കെ. പക്ഷെ ഇന്ന് നമ്മൾ എന്തുകൊണ്ടാ വന്നിരിക്കുന്നത്? 5 സാധനങ്ങളുണ്ട് നമ്മുടെ കയ്യില്, വിച്ച് നമ്മൾ ഇങ്ങനെ ടൈം പോകുന്തോറും പഴകുന്തോറും ഇങ്ങനെ എന്താ പറയാ, നല്ലതായി നല്ലതായി വരും എന്ന് പറയില്ലേ, അങ്ങനത്തെ 5 സാധനങ്ങളുണ്ട്. അതെ, ഇത് കളയാൻ പാടില്ല. ഇത് അ- എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും അത്രത്തോളം കൊണ്ടുപോകണം. കൊണ്ടുപോകും തോറും അത് എന്റെ വാല്യൂ കൂടി കൂടി വരികയാണ്. അതെ. ഫസ്റ്റ്, നിനക്ക് ഒരു സാധനം എടുക്കാൻ പറഞ്ഞ ലാസ്റ്റേ പറയാവേ, ബെസ്റ്റ് സാധനം ലാസ്റ്റ്. ഓക്കെ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളിപ്പം ഈ പഴകുന്തോറും എപ്പോ പറഞ്ഞാലും നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന വൈന അല്ലേ? വൈന് നമ്മൾ ഇട്ട് വെച്ചിട്ട് അപ്പൊ തന്നെ കുടിച്ചാൽ ശരിക്കും എന്താ ഒരു ജ്യൂസിന്റെ ടേസ്റ്റ് പോലെയുള്ളൂ. പക്ഷെ അതങ്ങനെ വെച്ച് 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 അത് പഴകും തോറും അതിന്റെ അകത്തെ ആ എന്താ പറയാ, ആ വീര്യവും എല്ലാം നല്ല കൂടിക്കൂടി വന്ന് ടേസ്റ്റും എല്ലാം കൂടും അല്ലേ? അതെ, അങ്ങനെ അത് ഒരു കാര്യം പെട്ടെന്ന് എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്ക് ഉറപ്പാ, വരുന്ന ആദ്യം വൈന. പക്ഷെ അത് നമ്മുടെ ലീസ്റ്റ് പ്രയോറിറ്റിയിലുള്ള സാധനം. അതെ. എനിക്ക് വൈൻ കഴിഞ്ഞിട്ടുള്ളത് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക, കളയാണ്ടിരിക്കാൻ ഞാൻ നോക്കുന്ന സാധനം ബുക്സ്. പഴയ ബുക്സ്, അതിന്റെ ഒരു ഫീല്, അതിന്റെ ഒരു വാസന, മനസ്സിലായില്ലേ? പിന്നെ അതിലൊരു ഡിസ്ക്രിപ്ഷൻ, വേ ഓഫ് റൈറ്റിംഗ് ഒക്കെ ഡിഫറെന്റാ. അത് കളയാൻ തോന്നുന്നില്ല. എത്രത്തോളം ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. ബുക്ക് വായിക്കുന്ന ശീലമില്ലാത്തത് കൊണ്ട് ഈ പഴയ ബുക്ക് ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു മണമില്ലേ, അത് എനിക്കറിയാട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ബുക്ക് വായിക്കാറില്ല എന്നേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി നിനക്ക് എന്തുകൊണ്ട് അതിങ്ങനെ പഴകുന്തോറും നിനക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കൂടി വരുമെന്ന്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയട്ടെ. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? മ്യൂസിക്. അതെ. എനിക്ക് ചില ദിവസം ഇല്ല, നമ്മൾ ഈ എണീക്കുമ്പോൾ ഭയങ്കര ടയേർഡായിട്ടൊക്കെ ആയിരിക്കില്ലേ എണീക്കുന്നത്. അപ്പൊ ശരിക്കും ഇല്ല, ഞാൻ പഴയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 കേട്ടോ, ആ ഒരു റേഞ്ചിലുള്ള ഹിന്ദി മ്യൂസിക് എല്ലാം കൂടി ഇട്ട് കേൾക്കുമ്പോഴത്തേക്കിന് എവിടുന്നോ ഇല്ലാത്തൊരു എനർജിയാ. അപ്പം എനിക്ക് തോന്നുന്നു മ്യൂസിക്കും പഴകുന്തോറും അതിന്റെ ഒരു ഒരു ഒരിക്കലും ആ ഒരു എന്താ പറയാ, ഒരു മാറില്ല. ഫീലും മാറത്തില്ല, അത് നമുക്ക് തരുന്ന ഒരു എനർജിയും മാറുന്നില്ല. കറക്റ്റ്. എവിടെയെങ്കിലൊക്കെ കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ പാട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും സ്ഥലത്ത് മ്യൂസിക് കേൾക്കുമ്പോൾ അത് നമ്മളെ തിരിച്ച് ആ സമയത്തെ ബെസ്റ്റ് ടൈമിലേക്കാ കൊണ്ടുപോവുക അല്ലേ? വെരി ട്രൂ, വെരി ട്രൂ. പിന്നെ അതേപോലത്തെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടടാ. ഇപ്പൊ നമ്മൾ 3 പറഞ്ഞു. നാലാമത്തെ എനിക്ക് എന്താ തോന്നിയറിയോ? നമ്മുടെ വാല്യൂസ്. ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾക്ക് പണ്ട് പണ്ട് തന്നു വന്ന നല്ല വാല്യൂസ് എല്ലാം നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ അല്ല, കുറെ എണ്ണം നമ്മളെ ഗ്രൗണ്ട് ചെയ്ത് വെക്കാനുള്ള വാല്യൂസ് അല്ലെ? കറക്റ്റ്. അതും എനിക്ക് തോന്നുന്നു പണ്ട് ചെയ്ത് വന്ന കാര്യങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നല്ല രീതിയിൽ കുറെ ഗുഡ് വാല്യൂസ്, അത് ഒരിക്കലും കളയരുത്. അതെ, അതും കൂടെ കൊണ്ടത്. അത് ആക്ച്വലി നമ്മളെയും ഒരു യുണീക്ക് പേഴ്സൺ ആക്കുന്നത് അല്ലേ? നമ്മുടെ വാല്യൂ സിസ്റ്റം ആണ് നമ്മളെ ഒരു യുണീക്ക് പേഴ്സൺ ആക്കുന്നത്. ശരി, നമ്മൾ ഐഡന്റിഫൈ ചെയ്യും പീപ്പിളിലെ ഇയാളുടെ കയ്യിൽ ഈ ക്വാളിറ്റിയിലൊന്നല്ലേ നമ്മുടെ പഴയ വാല്യൂസ്. കറക്റ്റാ. ഇനി ഇതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 4 പറഞ്ഞു. ഫസ്റ്റ് വൈൻ, രണ്ടാമത്തെ ബുക്സ്, മൂന്നാമത്തെ മ്യൂസിക്, നാലാമത്തെ വാല്യൂസ്. ഇനി അഞ്ചാമത്തെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറയാൻ പോവാ, ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി ചെറിഷ് ചെയ്യുന്ന ഒരു സാധനമാണ് അഞ്ചാമത്തേത്. എന്താ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ഫ്രണ്ട്സ്. ശരിക്കും നമുക്ക് എല്ലാവരും ഇപ്പോഴത്തെ ഒരു ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പെട്ടെന്ന് എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് വേണം. ഇൻസ്റ്റന്റ് ഫ്രണ്ട്സ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ആപ്പിൽ കൂടെ കുറെ ഫ്രണ്ട്സ്, ഇൻസ്റ്റന്റ് റിപ്ലൈസ് വേണം, എല്ലാം ഇൻസ്റ്റന്റ് വേണം. പക്ഷെ ഒരു ഫ്രണ്ട് നമുക്ക് എപ്പം എപ്പം വേണോ വേണ്ടയോ എന്നുണ്ടെങ്കിൽ ഓടി വരുന്നവർ എപ്പോഴും നമ്മളുടെ പഴയ ഫ്രണ്ട്സ് ആണ്. ആ പഴയ ഫ്രണ്ട്സ് ഇതുപോലെ തന്നെ വൈന് പോലെ തന്നെ അല്ലേ? പോകെ പോകെ ഗോപുവിന്റെ പറച്ചിൽ പറഞ്ഞാൽ പോകെ 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 നമ്മുടെ ഭയങ്കര ക്ലോസ്, നമ്മുടെ ഫാമിലി പോലെ ആവുന്ന ഫ്രണ്ട്സ്. എന്നും സംസാരിക്കണം നിർബന്ധമില്ല, കോൾ ചെയ്യണം നിർബന്ധമില്ല, ഒന്നുമില്ല. പക്ഷെ അവരെ മീറ്റ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ആ സന്തോഷം, ആ എന്താ പറയാ കണക്ഷൻ, അതെ, ദാറ്റ് ഇസ് ഫ്രണ്ട്. അതെ. അന്നത്തെ കാലത്ത് നമുക്ക് ചിലപ്പോൾ ഓർക്കുക, ഓ എന്തൊരു ഡ്രാമയാ, ആ ഫ്രണ്ട് എന്തൊരു ഡ്രാമയാ, ഈ ഫ്രണ്ട് എന്തൊരു എന്താ പറയാ സെൻസിറ്റീവ് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ ടൈം പോകെ 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 നമ്മളെല്ലാരും കൂടി ഒരു ബോണ്ടിങ് ഭയങ്കരം തന്നെയാ. സോ നമ്മൾ എപ്പോഴും കാലങ്ങൾ വിട്ട് പോകണ്ട. കുറേ കാര്യങ്ങൾ നമ്മൾക്ക് കൂടെ കൂട്ടിപ്പിടിക്കാനുള്ള കാര്യങ്ങളിൽ 5 വാല്യുബിൾ തിങ്സ് ആണ് നമ്മൾ ഇന്ന് ആലോചിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അതെ. സോ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മോസ്റ്റ്ലി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഇനി അതിന്റെ കൂടെ നിങ്ങൾക്ക് കൂടുതൽ ആഡഡ് ഓൺ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് അവർ വിത്ത് റെൻ ആൻഡ് ഗോ.